നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള റെസിപ്പിയാണ് ചിക്കൻ്റെ റെസിപ്പി. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പിയാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടത്തില്ലേ, അതേ ടേസ്റ്റോട് കൂടി എങ്ങനെ നാടൻ ചിക്കൻ വരട്ടിയത് നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, വളരെ ക്വിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നാടൻ ചിക്കൻ വരട്ടിയത് ഇന്നത്തെ റെസിപ്പി. നമുക്ക് നാടൻ ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു കൂട്ടുണ്ടാക്കിയെടുക്കണം. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഇവിടെ കൂട്ടുണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ 2 സവാള, മീഡിയം സൈസ് സവാള, 3 പച്ചമുളക് എൻ്റെ കയ്യിലുള്ള നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിന് എരിവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കറിക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ആഡ് ചെയ്യാം. വെളുത്തുള്ളി ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു മീഡിയം സൈസ് ഇഞ്ചി. ഇവിടെ ഞാൻ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ്, അതുകൊണ്ട് ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇഞ്ചി അതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ടുണ്ട്. വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസ് ആക്കിയിട്ടുണ്ട്. പച്ചമുളക് ഇതുപോലെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം. അതിനുശേഷം പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് ക്രഷ് ചെയ്യാം. ഇവിടെ ഞാൻ ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി എല്ലാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളം ഒന്നും ഒട്ടും ആഡ് ചെയ്യാതെ വേണം ക്രഷ് ചെയ്യാനായിട്ട്. ഉള്ളിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങിക്കോളും. ഇതിൽ തന്നെ ഇപ്പം നന്നായിട്ട് ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഈ പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് ക്രഷ് ചെയ്യാം. നമുക്ക് ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന മസാല ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ മസാലയും പൊടികളും എല്ലാം കൂടെ നന്നായിട്ട് ചിക്കനിലോട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നന്നായിട്ട് ചിക്കനിലോട്ടൊക്കെ പിടിച്ചിരിക്കും. ഉപ്പ് ആഡ് ചെയ്ത് ഇതിലോട്ട് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെയാണ് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. വെള്ളം ഒട്ടും ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. വെള്ളം ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ വെള്ളമൊന്നും ആഡ് ചെയ്യാതെ വെക്കുന്നതാണ് അതിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് അറിയാൻ പറ്റുക. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് മാരിനേറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു സവാള വളരെ തിന്നായിട്ട് സ്ലൈഡ്സ് ആയിട്ട് അരിഞ്ഞെടുക്കാം. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കുവാണെങ്കിൽ ഇതിങ്ങനെ ഓരോ ഫ്ലോറൈറ്റ്സ് ആയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് നന്നായിട്ട് സവാള പെട്ടെന്ന് തന്നെ നല്ലതായിട്ട് വഴണ്ട് കിട്ടും. അപ്പം നമ്മൾ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഉള്ളിക്കറിയോ തക്കാളിക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിങ്ങനെ സവാള അരിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ഓരോ ഫ്ലോറൈറ്റ്സ് ആയിട്ട് നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വയ്ക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ മതിയാവും. ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓയിൽ ചൂടാകുമ്പോഴത്തേക്കും നമുക്കൊരു ടൊമാറ്റോയും കൂടെ അരിഞ്ഞെടുക്കണം. ഇത് ഞാൻ നല്ല റെഡ് ആയിട്ടുള്ള ഒരു ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ടൊമാറ്റോ ഒക്കെ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ, നല്ല റെഡ് കളറിലുള്ള പഴുത്ത ടൊമാറ്റോ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മളെ കറിക്കൊക്കെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കറി കാണാനും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഈ ടൊമാറ്റോ നമുക്ക് വളരെ ചെറുതായിട്ട് എടുത്തിട്ട് വരാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഞാൻ കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട്. നമ്മൾ നാടൻ കറിയൊക്കെ ആകുമ്പോൾ ഇതുപോലെ കടുക് ആഡ് ചെയ്യുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നാടൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നാടൻ കറിയൊക്കെ എപ്പോഴും ബെറ്റർ. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കണ്ടോ, വളരെ തിന്നായിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. പെട്ടെന്ന് തന്നെ ഉള്ളി വഴണ്ട് കിട്ടും. നമുക്ക്
നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, നേരത്തെ നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ടിപ്പാണ് കേട്ടോ, നമ്മുടെ ഉള്ളി പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കത് നന്നായിട്ട് ഗോൾഡൻ കളറായി കിട്ടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുക്കിംഗ് യൂട്ടൻസിൽസിൽ നല്ല കാര്യമുണ്ട്. കാരണം നമ്മുടെ ഹെൽത്തും കൂടെ കൺസിഡർ ചെയ്യുക എപ്പോഴും ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്. നമ്മളിപ്പോൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെയുള്ള കാസ്റ്റ് അയണിൻ്റെ യൂട്ടൻസിൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഹെൽത്തിയാണ്. മാക്സിമം നോൺ സ്റ്റിക്ക് അവോയ്ഡ് ചെയ്യുക. ഇവിടെ ഉള്ളി നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മസാലകളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ മുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു നുള്ള് മല്ലിപ്പൊടി, ഒരു നുള്ള് ഗരം മസാല, ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് കരിഞ്ഞു പോവാതെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ച് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. കറി ലീവ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കുറച്ച് കറി ലീവ്സും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ കറി ലീവ്സ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമുക്ക് കറി ലീവ്സൊക്കെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് കറി ലീവ്സൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഓരോ ഇൻഗ്രീഡിയൻറ്റിൻ്റെയും ഓരോ അളവുണ്ട്, ആ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മളെ കറി നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നത്. നമുക്കിത് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, ഇത് അടിയിലൊന്നും പിടിക്കാൻ പാടില്ല. നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചിക്കനിലോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒട്ടും വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങിക്കോളും ഇത് കുക്കാവുന്ന സമയത്ത്. കാരണം നമ്മുടെ തക്കാളിയിലും ഉള്ളിയിലും ഒക്കെ നന്നായിട്ട് വെള്ളമുണ്ട്. നമ്മൾ ഇത് മാറിനേറ്റ് ചെയ്യാൻ വെച്ച സമയത്ത് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അതിലും ഇനി ഓയിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇത് അടുപ്പിൽ വയ്ക്കാം. ഇനി നമുക്ക് ഇത് ഒരു 2 മിനിറ്റ് ഇടവിട്ട് ഒന്ന് തുറന്ന് നോക്കുക, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം നമ്മൾ വെള്ളം ആഡ് ചെയ്യാത്തത് കാരണം അടിയിൽ പിടിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് വരണം. ഇപ്പോൾ ചിക്കൻ്റെ കുക്കിംഗ് ടൈം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ്റെ ഏത് ടൈപ്പ് ചിക്കനാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് അനുസരിച്ചിരിക്കും കുക്കിംഗ് ടൈം. ഇപ്പോൾ എനിക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് വളരെ പെട്ടെന്ന് കുക്കായിട്ട് വരുന്ന ഒട്ടും വേവില്ലാത്ത ചിക്കനാണ്. അപ്പം നമുക്ക് നാട്ടിലൊക്കെ കിട്ടുന്ന ചിക്കൻ ആണെങ്കിൽ കുറച്ചുകൂടെ വേവ് ഉള്ളതാണ്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ചിക്കൻ്റെ ടൈപ്പ് അനുസരിച്ച് വേണം നിങ്ങൾ കുക്കിംഗ് ടൈം ഡിസൈഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതിപ്പോൾ എനിക്കൊരു 10-15 മിനിറ്റ്സ് മതിയാവും കുക്ക്ഡ് ആവാനായിട്ട്. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഒരു 2-3 മിനിറ്റ് കൂടുമ്പോൾ ഇടയ്ക്ക് ഇത് തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടിയിലൊന്നും പിടിക്കാൻ പാടില്ല. നമുക്ക് നമ്മുടെ കറി ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നോക്കി, ഞാൻ ഒട്ടും വെള്ളം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം ഈ ചിക്കനിൽ നിന്നും ഉള്ളിൽ നിന്നും ടൊമാറ്റോന്നും ഒക്കെ ഇറങ്ങി വന്ന വെള്ളമാണ്. ഇത് മതി ഇത് കുക്കാവാനായിട്ട്. വേറെ അഡീഷണൽ വെള്ളം നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ വരട്ടിയതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ചിക്കൻ വരട്ടിയത് അറിയാമല്ലോ, ഒട്ടും തന്നെ വെള്ളമൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ജ്യൂസിൽ, നമ്മുടെ ഈ കറിയുടെയും ഗ്രേവിയുടെയും മസാലയുടെയൊക്കെ ജ്യൂസിൽ കിടന്ന് വേവുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരുന്നത്. നന്നായിട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട്, കണ്ടോ. നമുക്കിനി ഇത്
മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്ന് നോക്കുക, അടിയിലൊന്നും പിടിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇടയ്ക്ക് തുറന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് പൊടിഞ്ഞു പോവാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒട്ടും തന്നെ ഞാൻ വെള്ളം ആഡ് ചെയ്തതല്ല. ഇപ്പോൾ ടോട്ടൽ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഈ വെള്ളം നന്നായിട്ട് വറ്റുന്നത് വരെ ഇങ്ങനെ നമുക്ക് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ പാനിലോട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് നന്നായിട്ട് ഈ പാനിലിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അല്ലെങ്കിൽ നന്നായിട്ട് വഴണ്ടി കിട്ടില്ല. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നീരെല്ലാം വറ്റി കഴിയുമ്പോൾ നമ്മൾ ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ വഴറ്റി വേണം എടുക്കാനായിട്ട്. ഈ നീരൊക്കെ വറ്റി കഴിയുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോവാതെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ വഴറ്റി കൊടുക്കണം. അത്യാവശ്യം നല്ല ഫ്ലെയിമും വേണം, അടിയിൽ പിടിക്കാൻ പാടില്ല. അപ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അടിപൊളിയായിട്ടുള്ള ചിക്കൻ പെരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മല്ലിയില ഉപയോഗിച്ച് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. ചിക്കൻ പെരട്ടിയത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെയൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കുന്നത് എല്ലാവരും കണ്ടല്ലോ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റോടുകൂടി നമുക്ക് വീട്ടിൽ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് എപ്പിസോഡിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ എത്തും. ടിൽ ദെൻ ഓൾ ഓഫ് യു ടേക്ക് കെയർ.